ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ. ഫുഡ് മീൻസ് ഇത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഉരുളൻകിഴങ്ങ് മാത്രമല്ല, നമുക്ക് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഉരുളൻകിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ ഐറ്റംസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുളൻകിഴങ്ങും ബീട്രൂട്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് തന്നെ ഒരു 10-15 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. ഈ ഒരു 3 ഉരുളൻകിഴങ്ങ് എടുത്താൽ ഇനി നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. ചെറുതായിട്ട് അരി, അല്ലെങ്കിൽ ഇതൊന്ന് ചതച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ക്രഷ് ചെയ്തെടുത്താലും മതി. എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് അതുപോലെ ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചുകൊണ്ടിട്ടു, എന്നാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ നിന്നിട്ട് വെക്കാം കേട്ടോ. കാരണം അതിൻ്റെ ഒരു കട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോരാനായിട്ട് ഇങ്ങനെ നമുക്കൊരു അരിപ്പിൽ മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റ് ഇതിന് മുമ്പ് അരിയുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീട്രൂട്ടും ഉണ്ടെങ്കിൽ അതും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അതിന് കളറൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് കളർ മാത്രം വേറിട്ട് നിൽക്കും. അങ്ങനെ നമ്മളിത് ഒരു അരിപ്പിയിൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചോർന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു 2 ചേരുവ കൂടി ചേർന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസം വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വെയിലൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ, തീരെ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പിറ്റേ ദിവസം വീണ്ടും വെയിലത്ത് വെക്കുക. ഉണങ്ങി വാട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് തന്നെ ഇങ്ങനെ പരത്തി വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. ഇത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു കപ്പോളം ഉണ്ട് ഒരു പൊടി, നമ്മൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി പൊടിച്ചത്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്കിത് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഒന്ന് വേവും വേണം, ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ പറയാനുള്ളത്, നമ്മൾ 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് ഒന്നും ഉപയോഗിക്കാതൊക്കെ നല്ലത്. കാരണം ക്യാരറ്റ് എത്ര പൊടിഞ്ഞാലും അത് വേവുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് വലുതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കടിച്ചാനും ചവക്കാനും കഴിയാത്തവർക്ക് കൊടുക്കാതിരിക്കുക നല്ലത്. അവർക്ക് വെറും ഉരുളൻകിഴങ്ങ് മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഉരുളൻകിഴങ്ങ് ഒരിക്കലും തോന്നൂല കേട്ടോ. ഇത് നമുക്ക് കുറുക്കി വരുന്ന സമയത്ത് നല്ലൊരു സെർലാക്കിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. പിന്നെ ഉരുളൻകിഴങ്ങ് നമ്മളെ കുട്ടികൾക്ക് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ വെയിറ്റ് കൂടാനും, ഇപ്പോൾ വെയിറ്റ് ഇല്ലയെന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്തായാലും നല്ല മാറ്റം കാണട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതും കൂടി തയ്യാറാക്കണം നോക്കട്ടെ. കുറുക്ക് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളം പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പറ്റണ കുറുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.5 കപ്പോളം 1 കപ്പ് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ്സോളം ഞാൻ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു പൊടി എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് അത്യാവശ്യം കുറുക്കുണ്ടാവും. കുറുക്ക് നന്നായിട്ട് കുറുക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്സൊക്കെ പാലോ വെള്ളം പാടെ എടുത്താൽ മതി, നന്നായിട്ട് കുറുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാനത് ലൂസിൽ പരുവത്തിലാണ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂണിൽ തന്നെ 2.5 ഗ്ലാസ് വെള്ളം പോലെ എല്ലാ ഐറ്റംസൊക്കെ എടുത്തത്. ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ അത് പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിക്കണം. അതുകൊണ്ട് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടം ഉപയോഗിക്കുക, പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. എന്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഞ്ചസാര അത്ര നല്ലതൊന്നുമല്ല. ഞാൻ പിന്നെ അടുത്ത് കൽക്കണ്ടം അല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ മോളാണ്, 2 വയസ്സ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും മധുരം വേണം. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് കൽക്കണ്ടാണ്. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഇളക്കൽ അധികം നിർത്തി പോകരുത് കേട്ടോ. അത് കട്ട കുത്തും. അപ്പോൾ കട്ട കുത്താതെ വേണം ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കുറുകി വരൽ തുടങ്ങും. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് വേവിച്ച്, കാരണം ഉരുളൻകിഴങ്ങ് വേവാത്ത ഇതല്ലേ നമ്മളിത്. അപ്പോൾ പിന്നെ ഒന്ന് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നാലും ഉരുളൻകിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കത് ചൂടാറിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതാ പറഞ്ഞില്ലേ, ലൂസ് പരുവത്തിലാണ് ഉണ്ടാക്കണത്. നമ്മൾ ചെറിയ ഒരു 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരു കുറുക്ക് രൂപത്തിലൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കുക.
നമ്മളിവിടെ വെയിറ്റ് ഗെയിൻ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും കൊടുത്താൽ നന്നായിട്ട് കുട്ടികളൊക്കെ തടി വെച്ച് വരും കേട്ടോ. നമ്മൾ ഡോക്ടർമാരൊക്കെ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഞങ്ങളെ കുട്ടികൾ വെയിറ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട്. അവർ പറയും ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് കുട്ടികൾക്ക് ഉടച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിയിലൊക്കെ ഓരോ പീസ് ചേർക്കാമെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് അവർക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പായസം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, മധുരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എന്തായാലും വെയിറ്റ് ഇല്ലയെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ വെയിറ്റ് കൂടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.